ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP എങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഒരുപാട് പേര് ഡൗട്ടാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അഥവാ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആവട്ടെ അല്ലെങ്കിൽ LLP രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ഡോക്യുമെന്റ്സ് ഇത് രണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരേ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. വ്യക്തികളെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, ലേറ്റസ്റ്റ് 2 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഒരു ഫോട്ടോ വേണം. ഇത്ര ഡോക്യുമെന്റ്സ് വ്യക്തികളുടെ സൈഡിൽ നിന്ന് വേണം, പ്ലസ് അവരുടെ ഫോൺ നമ്പർ, മെയിൽ ID. എന്നാൽ കമ്പനിയുടെ അഡ്രസ്സ് എന്നുള്ള പർപ്പസിൽ കമ്പനിയുടെ നെയിം, കമ്പനിയുടെ അഡ്രസ്സ്, ആ അഡ്രസ്സ് സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ NOC, റെന്റഡ് ആണെങ്കിൽ റെന്റൽ എഗ്രിമെന്റ്, ഈ ഡോക്യുമെന്റ്സ് പ്ലസ് ഇലക്ട്രിസിറ്റി ബില്ല് കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഇത്ര ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ LLPനും പ്രൈവറ്റ് ലിമിറ്റഡിനും ഡോക്യുമെന്റ്സ് ഫുള്ളായി പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടിന് പ്രൊസീജിയർ വ്യത്യാസമുണ്ട്. പക്ഷേ എന്താണ് നിങ്ങളുടെ കേസിൽ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന വ്യക്തിൻ്റെ കേസിൽ ഇത്ര ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനി രജിസ്ട്രേഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി DSC ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ DSC നമ്മൾ ഇവിടുന്ന് എടുക്കും. DIN ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ DIN ഒക്കെ നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് കൂടെ തന്നെ അലോട്ട് ചെയ്ത് കിട്ടും. കൂടുതൽ ഇതുപോലെ കമ്പനി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പനി രജിസ്ട്രേഷനിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.